ഇന്നത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ, റീൽസ് വേണോ, റിയാലിറ്റി വേണോ, റിയൽ വേണോ എന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. ചാണ്ടി ഉമ്മൻ്റെ ചർച്ച നടക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തിനും ഷാഫി പറമ്പലിൻ്റെ അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ ബഹളം, വിപ്ലവം നടക്കുന്നു. അതിന് രണ്ട് കൂട്ടരെയും പ്രൊമോട്ട് ചെയ്യാൻ ഒരു വശത്ത് സതീശനും മറ്റൊരു വശത്ത് മറ്റ് സീനിയർ രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റ് സീനിയർ നേതാക്കളും ഉണ്ടാകുന്നു. ഇതിനിടയിൽ അജയ് തറയലിൻ്റെ ഖാദി വിവാദം വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തർക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ഇന്ന് വിട്ടുപോകാത്തൊരു ദിവസമാണ്. കോൺഗ്രസ്സുകാർ അത് ആചരിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റേ വിഷയം. എന്നാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് ജൂലൈ 19, 2025. ഇതേ ദിവസം 2021 ജൂലൈ 19 കെ ശങ്കരനാരായണ പിള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തുടങ്ങി. അവസാനം അദ്ദേഹത്തിൻ്റെതായ പാർട്ടിയൊക്കെ ഉണ്ടാക്കി, കേരള വികാസ് പാർട്ടിയൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം അന്തരിച്ചു പോയി. ഇപ്പോൾ 4ാമത്തെ വാർഷികമാണ്. 1945 നവംബർ 3 ജനിച്ച് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ശൈവ വെള്ളാള സമുദായത്തിൽ ജനിച്ച അദ്ദേഹം വളരെ വലിയ തോതിലാണ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമായി ജീവിച്ചത്. 19 ജൂലൈ 2021 അന്തരിച്ചു പോയത്. 4ാമത് ചരമ സ്മൃതി ദിനമാണ്, ചരമവാർഷികമാണ്. ഞാനിത് അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം 25ാമത്തെ വയസ്സിൽ, നിങ്ങൾ ആലോചിക്കുക, KSUവിൻ്റെ പ്രസിഡൻ്റാകാനുള്ള പ്രായം പോലും ആകുന്ന സമയത്ത് 25ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിരുന്ന ആളാണ് കെ ശങ്കരനാരായണ പിള്ള. ഇന്നത്തെ DCC പ്രസിഡൻറ്റിൻ്റെ പ്രായം കൂടി നിങ്ങൾ കണക്കാക്കണം. ഞാൻ അദ്ദേഹത്തിന് പ്രായം കൂടിപ്പോയെന്ന് പറയാനല്ല, ഒരു കമ്പാരിസന് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളതാണ്. 25 വയസ്സിൽ DCC പ്രസിഡൻറ്റ്. ഇന്ദിരാഗാന്ധി വരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്ത് ഇന്ദിരാഗാന്ധിയിൽ നിന്നും കയ്യടി വാങ്ങിയ ആൾ, വലിയ ആദർശത്തിൻ്റെ ആൾരൂപമായ ആൾ. ഇടതു മുന്നണിയിലുണ്ടായിരുന്നു, വലതു മുന്നണിയിലും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയിരുന്നു. ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിരുന്നു. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ കാണാൻ വന്ന പാർട്ടിക്കാരോടും സമുദായക്കാരോടും പറഞ്ഞു, ഞാനൊരു പാർട്ടിയുടെയോ ഒരു സമുദായത്തിൻ്റെ മന്ത്രിയല്ല, നാടിൻ്റെ മന്ത്രിയാണ്. അതുകൊണ്ട് കേരളത്തെ മൊത്തത്തിൽ കണ്ടുള്ള വികസനം മതി. അത് നെടുമങ്ങാട്ടേക്കായാലും നെടുമങ്ങാട്ടേക്ക് ഒരു പ്രത്യേക വികസനമൊന്നുമില്ല, എൻ്റെ നാടെന്ന് വെച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈസ്റ്റ് മണ്ഡലത്തെയാണ് തിരുവനന്തപുരം പ്രതിനിധീകരിക്കുന്നത്, അവിടത്തേക്കുമില്ല. എന്തായാലും ഞാൻ കേരളത്തിൻ്റെ മന്ത്രിയാണെന്ന് പറയുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ AICC വരെ പോകേണ്ട ഒരാൾ, AK ആൻ്റണിയുമായി സമകാലികൻ. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 80 വയസ്സാകും. AK ആൻ്റണിയുമായിട്ടുള്ള സമകാലികനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഞാനുമായി നന്നായി വാട്സപ്പ് ചാറ്റുകൾ നടത്തുകയും സംസാരിക്കുകയും മിക്ക ദിവസങ്ങളും ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. മരിക്കുന്ന ദിവസവും രാത്രി 10-10:30 മണിക്കാണ് മരിക്കുന്നത്. അതിന് മുമ്പ് 9 മണിക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഈ രാജ്യത്തെക്കുറിച്ചും യുക്തിവാദത്തെക്കുറിച്ചും രാജ്യത്തെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും എല്ലാവരുടെയും അപജയങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും, നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോരിനെക്കുറിച്ചും അടക്കമുള്ള സകല കാര്യങ്ങൾ, അതുപോലെ സമുദായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചരിത്രം, ഹിന്ദുവിൻ്റെ ചരിത്രം, ആത്മീയത, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സർവ്വ വിജ്ഞാന കോശമായിരുന്നു. അറിവിൻ്റെ ഭണ്ഡാകാരമായിരുന്നു. ഏതിലും ശക്തമായ അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹം. ഒരിക്കലല്ല പലവട്ടവും തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാടാണ് താമസം. നെടുമങ്ങാട്ടേക്ക് പോകുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. പലപ്പോഴും ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ, മുൻ ട്രാൻസ്പോർട്ട് മന്ത്രി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ ആളുകൾ, കണ്ടക്ടർ ചിലപ്പോഴെങ്കിലും രാത്രി തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ പൊന്മുടി ബസ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് അവസാനം പോകുന്ന 10:30 മണിക്ക് ശേഷം 11 മണിയോട് അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നൊരു ബസ്സാണ് പൊന്മുടിക്ക് പോകുന്നൊരു ബസ്. അതിൽ നെടുമങ്ങാട് ഇറങ്ങാനായി ഫാസ്റ്റ് പാസഞ്ചറിൽ കയറുമ്പോൾ പലപ്പോഴും സീറ്റ് കിട്ടാറില്ല. അങ്ങനെ ഇത് ശങ്കരനാരായണ പിള്ളയാണെന്ന് മനസ്സിലാക്കി കണ്ടക്ടർ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആരോടെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ കണ്ടക്ടർ സീറ്റ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ശങ്കരനാരായണ പിള്ള പറയുമായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ മന്ത്രിയല്ല, ഞാനൊരു പൗരൻ മാത്രമാണ്, സാധാരണ യാത്രക്കാരനാണ്, താങ്കൾ എനിക്ക് വേണ്ടി സീറ്റ് പിടിക്കാൻ നിൽക്കണ്ട എന്ന് കണ്ടക്ടറെ ബോധവൽക്കരിച്ച് കൃത്യമായി ടിക്കറ്റ് എടുത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന MLA ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു. ഇതുപോലൊരു മുൻ MP തിരുവനന്തപുരത്തിനുണ്ട്, നമ്മുടെ ആശാൻ KV സുരേന്ദ്രനാഥ്. മണ്ണിനും വെള്ളത്തിനും മരങ്ങൾക്കും വേണ്ടി, പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഒക്കെ വേണ്ടി വർത്തമാനം പറയുകയും വളരെ ലാളിത്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത KV സുരേന്ദ്രനാഥ്. അപ്പം അങ്ങനെയുള്ളവരുടെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസ്സുകാരനെയും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ശങ്കരനാരായണപിള്ള കേരള വികാസ് പാർട്ടി ഉണ്ടാക്കി. അതും വേണ്ടത്ര മുമ്പോട്ട് പോയില്ല. അദ്ദേഹം സ്വന്തമായൊരു മാഗസിൻ തുടങ്ങി. അതും വേണ്ടത്ര, കാരണം അദ്ദേഹത്തിന് പല കാരണം ഇതിനകത്ത് അഴിമതി നടത്താൻ അറിഞ്ഞൂടാത്ത ആളാണല്ലോ. മന്ത്രി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ MLA ആയിരിക്കുമ്പോഴോ അഴിമതി നടത്തി പണമുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആദർശ സൃഷ്ടിയുടെ ആൾരൂപമായിരുന്നു അദ്ദേഹം. ഈ സുരേന്ദ്രനാഥ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു,
CPIയിലായിരുന്നു, ഇദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നുള്ള വ്യത്യാസമുള്ളൂ. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വളരെ വലിയ തോതിലാണ് അന്ന് ആദർശ രാഷ്ട്രീയം നടന്നിരുന്നത്. ഇന്നത്തെ പോലെ കാറിൽ നിന്ന് കാറിലേക്ക് കയറി AC റൂമിൽ നിന്ന് AC റൂമിലേക്ക് പോകുന്ന, വലിയ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് പറഞ്ഞ് ക്യാൻവാസും ജീൻസും പിന്നെ ഏത് വസ്ത്രം വേണോ ധരിക്കാമെന്നൊക്കെ പറഞ്ഞ് റിയൽ എസ്റ്റേറ്റുകാരുടെയും പിന്നെ കോറി മുതലാളിമാരുടെയും മദ്യ മുതലാളിമാരുടെയൊക്കെ പണമൊക്കെ വാങ്ങി വല്ലാതെ അഭിരമിച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വമൊന്നും ആയിരുന്നില്ല. ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപങ്ങളായിരുന്നു ഇവരൊക്കെ. അവരെ പരമപുച്ഛമാണ് ഇപ്പോഴത്തെ യുവതലമുറയ്ക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. എന്തായാലും ശങ്കരനാരായണ പിള്ള എന്ന ഒരു മനുഷ്യൻ കർമ്മം കൊണ്ട്, ജന്മം കൊണ്ട്, കർമ്മം കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് വേറിട്ട് നിന്ന രാഷ്ട്രീയക്കാരനാണ്. PC ചാക്കോയുടെ സമകാലികനാണ്. അതുപോലെ AK ആൻ്റണിയുടെ സമകാലികനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. AK ആൻ്റണി പങ്കെടുത്ത ഒരു പരിപാടി, പ്രതിരോധ മന്ത്രി AK ആൻ്റണി പങ്കെടുത്ത പരിപാടിയിൽ സദസ്സിൽ ഇരിക്കാനായി, സ്റ്റേജിൽ AK ആൻ്റണി, സദസ്സിൽ ഇരിക്കാനായി ശങ്കരനാരായണ പിള്ളയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് AK ആൻ്റണി സ്റ്റേജിലേക്ക് കയറിപ്പോയപ്പോൾ ശങ്കരനാരായണ പിള്ള സദസ്സിലിരിക്കുന്നത് കൊണ്ട് AK ആൻ്റണി ഇറങ്ങി വന്നു. പരിപാടിക്ക് തുടങ്ങുന്നതിന് മുമ്പ് താഴേക്ക് ഇറങ്ങി വന്നു. ശങ്കരനാരായണ പിള്ളയുടെ തോളിൽ തെറ്റി ചോദിച്ചു, പിള്ളേച്ചൻ എന്താണ് എന്നെ കാണാൻ വരുന്നില്ല, നമ്മൾക്കൊന്ന് കാണണമല്ലോ, താങ്കൾ എന്താണ് സജീവമാകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞതല്ലാതെ പോയില്ല. എന്നോട് പറഞ്ഞത് അങ്ങനെ പോയിരുന്നെങ്കിൽ ഏത് പദവിയും ലഭിക്കാമായിരുന്നു. കാരണം അത്ര വലിയ ബന്ധങ്ങളും, ചെറിയ വയസ്സിൽ തന്നെ KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും 25-ാമത്തെ വയസ്സിൽ DCC പ്രസിഡൻ്റായ ആളിന് പ്രതിരോധ മന്ത്രി AK ആൻ്റണി പ്രതിരോധ മന്ത്രിയാകുമ്പോൾ തൻ്റെ സമകാലികന് എന്ത് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല, ഏത് ചെയർമാൻഷിപ്പ് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആദർശത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട K ശങ്കരനാരായണ പിള്ളയുടെ 4ാം ചരമവാർഷികമാണ്. ചരമവാർഷികം എന്നതിന്, സ്മൃതി ദിനം എന്നതിനുപരി അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. എന്തായാലും ശങ്കരനാരായണ പിള്ളയ്ക്ക് അയാളുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അന്നേ പ്രണാമം അർപ്പിച്ചതാണ്. ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മെ വിട്ടു പോയതിൽ ഇതുപോലുള്ള ആദർശ രാഷ്ട്രീയമുള്ളവർ, ആദർശശുദ്ധിയുള്ളവർ, അഴിമതി രഹിതരായിട്ടുള്ളവർ, കറകളഞ്ഞ സത്യസന്ധരായിട്ടുള്ള പൊതുപ്രവർത്തകർ കാലത്തിൻ്റെ ആവശ്യമാണ് എന്നതുകൂടി കൊണ്ടാണ് ഈ കാര്യം പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് പിന്നെ മരണാനന്തര കാര്യമായി ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകവും ഇന്ന് ഇറങ്ങുന്നു എന്നറിയുന്നു. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഇങ്ങനെയും ഒരാൾ എന്ന പേരിലൊരു പുസ്തകമൊക്കെ ഇന്ന് ഇറങ്ങുന്നു. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്മൃതി ദിന സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും ശങ്കരനാരായണ പിള്ള അവർക്ക് ഒരിക്കൽ കൂടി പ്രണാമം.